പെർഫെക്ഷൻ നമ്മുടെയൊക്കെ ജീവിത സ്വപ്നമാണ്. പലപ്പോഴും അത് സാധ്യമാകുന്നില്ലെങ്കിലും അതിനുവേണ്ടി നമ്മൾ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ അധ്വാനങ്ങളും ചെറിയ ശ്രമങ്ങളെയും നമ്മൾ അത്ര വിലയോടെ കാണാറില്ല. എന്നാൽ ഈ വേദഭാഗത്തിൽ ഒരു ബാല്യക്കാരൻ വെറും ശരീരത്തിന്മേൽ പുതപ്പും പുതച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവർ അവനെ പിടിച്ചു, അവനോ പുതപ്പ് വിട്ട് നഗ്നനായി ഓടിപ്പോയി എന്ന് പറയുന്നു. കർത്താവിനെ ക്രൂശിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്ന പടയാളികളുടെ ഒപ്പം നിൽപ്പാൻ ഒരു ശിഷ്യന് പോലും സാധ്യമായിട്ടില്ല നേരത്ത് ഒരു പയ്യൻ തന്നാലാവുന്ന വിധം കർത്താവിനോടൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത് കാണാം. ആരായിരിക്കും ഈ ബാല്യക്കാരൻ? ഇത്രയേറെ പ്രാധാന്യമുള്ള ഒരു ശ്രമം നടത്തിയ ഈ മനുഷ്യൻ ആരാണ് എന്ന് ബൈബിൾ പറയുന്നില്ലെങ്കിലും എഴുത്തുകാരനായ മർക്കോസിലാണ് എല്ലാ സൂചനകളും എത്തിച്ചേരുന്നത്. തന്നാൽ ആവുന്ന വിധം നമ്മൾ ദൈവസന്നിധിയിൽ ചെയ്യുമ്പോൾ തന്നാൽ ആവാത്തത് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സൂചനയാണ് നമുക്കിവിടെ കാണുന്നത്. വെറും ബാല്യക്കാരനായിരുന്ന കാലത്ത് കർത്താവിൻ്റെ പിന്നാലെ നടപ്പാൻ ധൈര്യമില്ലെങ്കിലും പിൻചെന്ന ബാല്യക്കാരനെ ചരിത്രത്തിലെ ആദ്യത്തെ സുവിശേഷം എഴുതുന്ന എഴുത്തുകാരനാക്കി മാറ്റി എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്നും അദ്ദേഹത്തിന് താനാണ് ആ എഴുത്തുകാരനെന്ന് പറയുന്നില്ല. കാരണം ആർക്കും അറിയത്തില്ലാത്ത ആ രഹസ്യം അറിയാവുന്നത് എഴുത്തുകാരനല്ലാതെ മറ്റാർക്കാണ്? ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയ അധ്വാനങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ, നമ്മളാവുന്നത് ദൈവനാമത്തിൽ ചെയ്യുമ്പോൾ, ആവാത്തത് ചെയ്യാൻ സഹായിക്കുന്ന ദൈവം നമ്മളെ ഏറെ എടുത്തുപയോഗിക്കും. സമർപ്പിക്കാം ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി